2024 കേരളത്തിൽ നടന്ന വലിയ ചർച്ചയുണ്ട്. വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചർച്ചയാണ്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ ചർച്ച വന്നു. നിയമസഭയ്ക്ക് അകത്ത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ ചില കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, കേരളത്തിൽ വ്യവസായ വികസനം അധോഗതിയിലാണ്. വ്യവസായ രംഗത്ത് PR വർക്ക് നടത്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. വ്യവസായ രംഗത്ത് വലിയ വളർച്ചയുണ്ടായി എങ്കിൽ അത് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കാത്തത്? ഈ ചോദ്യമാണ് അന്ന് വി.ഡി. സതീശൻ ചോദിച്ചത്. വിഷയം മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തി. അത് സഹിച്ചിരുന്നില്ല അന്ന് പ്രതിപക്ഷത്തിന് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളും വലിയ പരമ്പരകൾ തന്നെ എഴുതാൻ തുടങ്ങിയിരുന്നു അന്ന്. കേരളത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും കേരളത്തിന് അതേ അവാർഡ് തേടി വന്നിരിക്കുന്നു. 2024 അവാർഡ് വാങ്ങുന്ന ചിത്രം പ്രേക്ഷകർക്ക് കാണാം. അന്ന് മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുന്ന മന്ത്രി പി രാജീവിൻ്റെ ചിത്രം. ഇതാ ഇപ്പോൾ 2025 ചിത്രവും പ്രേക്ഷകർക്ക് കാണാം. മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് തന്നെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വീണ്ടും സമ്മാനം വാങ്ങുന്നത്, നേട്ടം കൈവരിക്കുന്നത് കേരളം, അവാർഡ് വാങ്ങുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന്. BJP-ക്കാർക്ക് അതുകൊണ്ട് ഒന്നും മിണ്ടാൻ കഴിയില്ല. കാരണം കേന്ദ്ര സർക്കാരിൽ നിന്നാണ് അവാർഡ് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് ഒന്നും നടക്കുന്നില്ല, വ്യവസായ മേഖല തകർന്നിരിക്കുകയാണ് എന്നൊന്നും BJP-ക്ക് പറയാൻ കഴിയില്ല. വികസിത് കേരളത്തെക്കുറിച്ചാണ് BJP സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വികസിത് കേരളം സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിൽ, അത് LDF ആണ് എന്ന് കേന്ദ്ര സർക്കാർ പോലും സമ്മതിക്കുന്നു. അപ്പോഴാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ വന്നാൽ വികസിത് കേരളം സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ചില പൊടിക്കൈകളുമായി ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാണ് അദ്ദേഹം കരുതുന്നത്. എന്തായാലും BJP-യെ മാറ്റി നിർത്ത്, അത് വലിയ ശക്തിയൊന്നുമല്ലല്ലോ കേരളത്തിൽ. എന്നാൽ UDF അങ്ങനെയല്ല. UDF നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്ര പ്രാവശ്യം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളത്തിന് എവിടെയും എത്തിയിട്ടില്ല. ഈസ് ഓഫ് ഡൂയിങ് എന്ന പറയുന്ന പരിപാടി തന്നെ കേന്ദ്ര സർക്കാർ നിർത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇത് പറയുന്നത് എന്ന്. നിയമസഭയ്ക്ക് അകത്ത് മാത്യു കുഴൽനാടൻ വലിയ ബുദ്ധിജീവിയും അഭിഭാഷകനുമൊക്കെയാണ് എന്ന് സ്വയം പറയുന്ന മാത്യു കുഴൽനാടൻ ചില കണക്കുകളൊക്കെ കൊണ്ടുവന്ന്, ചില രേഖകളൊക്കെ കൊണ്ടുവന്ന് വാദിച്ചിരുന്നു നിയമസഭയ്ക്ക് അകത്ത്. അതിനൊക്കെ അന്ന് തന്നെ എണ്ണി മറുപടി പറഞ്ഞിരുന്നു മന്ത്രി പി രാജീവ്. അപ്പോഴും ഒരു പുകമറ സൃഷ്ടിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു UDF-ന്. എന്തൊക്കെയോ ചിലതൊക്കെ ചീഞ്ഞു നാറുന്നില്ലേ, തീയില്ലാതെ പുകയുണ്ടാകില്ലല്ലോ എന്ന തോതിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. അതിന് മാധ്യമങ്ങൾ ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴോ 2025 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം വീണ്ടും ഒന്നാമതെത്തിയിരിക്കുന്നു. ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. പ്രതിപക്ഷ നേതാവിന് ശബ്ദം കേൾക്കാനില്ല. മാത്യു കുഴൽനാടൻ എവിടെയാണ് ഉള്ളത് എന്ന് പോലും അറിയില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ, ഒന്നാം പേജിൽ ചില മാധ്യമങ്ങൾ, അകത്തെ പേജിൽ മറ്റൊരു മാധ്യമങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ വാർത്ത നൽകിയിട്ടുണ്ട്. നേരത്തെയാണെങ്കിൽ പി രാജീവിൻ്റെ പ്രസ്താവന ചെറുതും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ പ്രസ്താവന വലിയ തോതിലും കൊടുത്ത മാധ്യമങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ ദിവസം അന്തിച്ചർച്ച തന്നെ നടത്തിയിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം നേടി എന്ന് പറയുന്ന നേട്ടം തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അന്നും നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് എവിടെ പോയി ആ മാധ്യമങ്ങൾ? ഇന്നെവിടെ വി.ഡി. സതീശൻ? ഇന്നെവിടെ മാത്യു കുഴൽനാടൻ? ഇന്നെവിടെ കോൺഗ്രസ് നേതാക്കൾ? ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. എവിടെ പോയിരിക്കുന്നു? ഇപ്പോൾ പ്രതികരിക്കണം. ഇപ്പോൾ അവർ മറ്റൊരു തന്ത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതേക്കുറിച്ച് മിണ്ടാതിരിക്കുക, വിവാദമാക്കേണ്ട. വിവാദമാക്കിയാൽ ആളുകൾ അറിയും, മറുപടി പറയും. സംസ്ഥാന സർക്കാർ മന്ത്രിമാർ, ഇടതുപക്ഷ നേതാക്കളൊക്കെ മറുപടി പറയും. അത് വാർത്തയാകും, ചർച്ചയാകും. അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങൾക്ക് ചർച്ചയ്ക്കെടുക്കേണ്ടി വരും, അന്തിച്ചർച്ച നടത്തേണ്ടി വരും. അതിലൊക്കെ സത്യങ്ങൾ വിളിച്ചു പറയും. അതുകൊണ്ട് വിവാദമാക്കേണ്ടതില്ല, മിണ്ടാതിരിക്കാം എന്നാണ് ഇപ്പോഴത്തെ തന്ത്രം. പക്ഷേ മന്ത്രിമാർ തന്നെ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും.